मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ആവശ്യമില്ലാത്ത കാശൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാമായിരുന്നു. ഈശ്വര ഒരു കാര്യം ഉണ്ടാക്കിയ അത് അക്സെപ്റ്റ് ചെയ്തോളൂ. വീണ്ടും അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ദൈവം സൃഷ്ടിച്ചു വന്നോ? അതെ, ഈ റെസ്റ്റോറന്റ് കുക്കിന്റെ പേര് ഈശ്വരദാസ്. അതെ, വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യേ. വിഡി, നമ്മൾ ഇവിടെ ഇങ്ങനെ കാശ് വെറുതെ വേസ്റ്റ് ആക്കണ്ട. ഇതൊക്കെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് ഇവിടെ തന്നെ ഓർഡർ ചെയ്യും. അല്ല, ഇവന്റെ വായൊന്ന് അടയ്ക്കൂ. ഇനി സമാധാനായിട്ട് കഴിക്കാം. ഇതെന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടോ? ഇവിടെ ഒന്ന് വന്നേ. നിന്റെ കണ്ണുകളെ പ്രസ് ചെയ്ത് അങ്കിൾ ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്യാം. ഗോവയില് മേടിച്ച ഡ്രസ് നിനക്ക് ഫാൻസി ഡ്രസ് പോലെ ഉണ്ടോ? നിങ്ങൾ ഗോവയിൽ പോയിരുന്നോ? എനിക്ക് പിക്ചേഴ്സ് വളരെ ഇഷ്ടാ. എനിക്കും ഇഷ്ടാണ്. കഴിക്കുന്നത് വിട്ടിട്ട് ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുക. എന്റെ ഡ്രസ് കണ്ടിട്ട് ഞാൻ എവിടുന്നാ വരുന്നെന്ന് പറ. നിങ്ങൾ ഹിമാചൽ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും എവിടുന്നാ വരുന്നത്? രാത്രി ആയാൽ എല്ലാരും കടന്നുറങ്ങും. അപ്പൊ ഹിമാചൽ ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിമാചലിൽ നിന്നല്ലേ വരുന്നേ. എല്ലാരും കൈകോട്ട്. വാവ്, എനിക്ക് മലകൾ ഒരുപാട് ഇഷ്ടാണ്. എനിക്കും കൂടെ. സംശയമുണ്ടോ? ഇവിടെ വാ. നിനക്ക് സംശയം ഒന്ന് തോന്നുകയാണോ അതോ സംശയം ഒന്ന് പറയണോ? ഈ പാസ്ത കഴിക്കണമെന്നും പറഞ്ഞ് എന്തിനാ വാശി പിടിക്കുന്നത്? അരേ വാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സിംഹത്തെ കൊല്ലാനാണോ നോക്കുന്നത്? ഹേ, സിംഹമൊന്നുമല്ല. 15 ദിവസം ആവുമ്പോ നന്നായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നു. അത്ര തന്നെ. എല്ലാരും കൈതട്ടെ. കൊണ്ടില്ലേ ഗായ്സ്, എല്ലാരും ഹോളിഡേസിന് പോവാ. നമുക്ക് എവിടെങ്കിലും പോയാലോ? പർവ്വതങ്ങളുടെ മേലെ പോകാം. കാശ്മീർ. വേണ്ട, നമുക്ക് ബീച്ച് കാണാൻ പോകാം. കന്യാകുമാരി. അല്ല, മലക്ക്. ഇല്ല, ബീച്ചസ്. മലകൾ. ബീച്ചിലേക്ക്. നമ്മൾ കാശ്മീരിൽ പോവാണെന്ന് മേഡത്തോട് പോയി പറയാം. നമുക്ക് ചെന്ന് കന്യാകുമാരി പോവാണെന്ന് പറയാം. വരൂ. എവിടെ? കാശ്മീരിലേക്കോ അല്ല കന്യാകുമാരിക്കോ? അതല്ല, മാഡത്തിനോട് സംസാരിക്കാൻ. പോവാം. മാഡം, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഹാ മാഡം, സീ ഫുഡിന്റെ ടേസ്റ്റ് അപാരല്ലേ. ബീച്ചിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനിയും സ്വാദ് കൂടും. നമുക്ക് ചുറ്റിക്കറങ്ങാൻ ബീച്ചസിലേക്ക് പോകാം. ഫ്രഷ് ആയ കാറ്റ്, സൂപ്പർ മീനുകള്. ഒന്ന് ആലോചിക്കേ, നമ്മൾ ബീച്ചിൽ സൺബാത്ത് എടുക്കുന്നു. ഷെഫ് വെറൈറ്റി ഡിഷും കൊണ്ട് തരുന്നു. ഒരു സൈഡ് മീൻ കഴിക്കുന്നു, ഒരു സിപ്പ് ജ്യൂസ് കുടിക്കുന്നു. എടോ, മീനില് മുള്ളുണ്ടാകും. അത് തൊണ്ടയില് കുരുങ്ങും. സംശയമുണ്ടോ? വേണ്ട വേണ്ട, ഫിഷ് വേണ്ട. നമുക്ക് മോമോസ് കഴിക്കാം. നല്ല മോമോസ് മലമുകളിലാണ് കിട്ടുക. അതെ മാഡം, നമുക്ക് കാശ്മീരിൽ പോവാം. കാശ്മീർ. വേണ്ട വേണ്ട മാഡം, കാശ്മീരിൽ നല്ല തണുപ്പായിരിക്കും. തണുപ്പ് പിടിച്ചാലേ നിങ്ങൾക്ക് പെട്ടെന്ന് പനി വരും. പിന്നെ ഫുൾ വെക്കേഷൻ ഹോസ്പിറ്റലിലായിരിക്കും ചെലവഴിക്കുന്നത്. വലിയ ഇഞ്ചക്ഷൻ ഒക്കെ കുത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മാഡം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കടൽ തീരത്ത് കത്തുന്ന വെയിലത്ത് ഡീഹൈഡ്രേഷൻ, സൺബേൺ. കാശ്മീരിൽ ലച്ചിയും ആപ്പിൾ ജ്യൂസും കുടിക്കുന്നതിന് പകരം കടൽ തീരത്ത് വെറും ഉപ്പുള്ള കുടിക്കേണ്ടി വരും. സംശയമുണ്ടോ? അതെ, പറയുന്നത് ശരിയാ.
ഇതിൽ എന്താണ് ശരി മാഡം? നമുക്ക് AC ഹോട്ടലിൽ താമസിക്കാം, വൈകുന്നേരം ബീച്ചിലേക്ക് പോകാം. വൈകുന്നേര സമയം സൺസെറ്റ്, ടേസ്റ്റി മഫ്റ്റെയിൽ, ഹാൻസം ആയിട്ടുള്ള വിദേശി പയ്യൻ. അവൻ പറയുന്നത് കേൾക്കരുത് മാഡം. കാശ്മീരിലെ സൺറൈസ്, അവിടുള്ള മഞ്ഞുമലയുടെ പിന്നിൽ നിന്നും സൂര്യൻ ഉദിച്ചു വരും. അവിടെ നമുക്ക് സ്കിമ്മും ചെയ്യാൻ പറ്റും. ഒന്ന് മുന്നോട്ട് നോക്കൂ, നല്ലോണം മുന്നോട്ട് നോക്കൂ. ആ, ആ. വേണ്ട വേണ്ട, അവിടെ തണുപ്പിൽ തണുത്തുറഞ്ഞു പോകും. താങ്ക് യു. അവരെയൊക്കെ വിട്ടേക്ക് മാഡം. മാഡം ഈ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. വാട്ടർ സ്പോർട്സ് ആണ് സേഫ് മാഡം. സ്കേയിങ്ങിൽ ചെയ്യുന്നത് വാട്ടർ സർഫിംഗിൽ ചെയ്യൂ. നല്ല തണുത്ത വെള്ളം, സ്പീഡ്. ഓ ഓ, എന്റെ മുടി. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മാഡം. ബോട്ട് ബ്രേക്ക് ഫെയിലർ ആയി പോയാ രണ്ട് കാര്യം മാത്രമേ സംഭവിക്കൂ. ഒന്നേ നിങ്ങൾ കടലിൽ മുങ്ങിപ്പോകും, രണ്ടാമത് നിങ്ങൾ ഷാർക്കിന്റെ അടുത്ത് പിടിപെടാം. വേണ്ട, അയ്യോ വേണ്ട. മമ്മി, ഷാർക്ക് നിങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബോട്ട് ബ്രേക്ക് ഫെയിലർ ആയി കരയിൽ ചെന്ന് മുട്ടി കഴിഞ്ഞാ ലെറ്റ്സ് റിവൈൻഡ്. രക്ഷിക്കണേ. എന്തായാലും നിങ്ങൾക്ക് ആപത്ത് ഉറപ്പാണ്. അതുപോലത്തെ ആപത്തായ സ്ഥലത്ത് നമുക്ക് പോടാനേ പാടില്ല, മനസ്സിലായോ? ആ, മഞ്ഞുമലയിൽ നിന്ന് നിങ്ങൾ വീണാൽ നിങ്ങളുടെ വായിൽ മഞ്ഞുകട്ട പോകും. പിന്നെ നമുക്ക് വായിൽ സിറപ്പ് ഒഴിച്ചിട്ട് അത് ഐസ്ക്രീം ആക്കി മാറ്റാം. പക്ഷെ ബീച്ചിൽ വായിക്കകത്ത് പോകുന്നത് മണലായിരിക്കും. അയ്യോ വേണ്ട. മാഡം, ഇവര് പറഞ്ഞ കേക്കണ്ട, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. നമ്മളതിനെ വാട്ടർ സർഫിംഗ് ചെയ്യുന്നേ. ആ, അതിന് പകരം റിവർ റാഫ്റ്റിംഗ് ചെയ്യാം. അയ്യോ രക്ഷിക്കണേ. നദിയിൽ ഒഴുകി ഒഴുകി അവസാനം കടലിലാ എത്തുന്നത്. എന്തിനാ വെറുതെ സമയം കളയുന്നത്? അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കടൽ കാണാൻ പോവാന്നേ. അവിടുന്ന് പാരാഗ്ലൈഡിംഗ് ചെയ്യാം. 50 അടിയിൽ പറക്കുന്നതിൽ എന്ത് രസാ ഉള്ളത്? 250 അടി ഉയരത്തിൽ പാരാഗ്ലൈഡിംഗ് ചെയ്യാം. ഒരുപക്ഷെ പാരഷൂട്ട് ഡാമേജ് ആയാലോ? കണ്ടില്ലേ, വീണ്ടും പുഴയിലേക്ക് വീഴുന്നേ. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അവസാനം കടലിലേക്ക് എത്തുന്നത്. ശരിയാ. കടലിൽ നിന്ന് സുനാമി വന്നാലോ? മലയിലുള്ള മണ്ണെല്ലാം ചരിഞ്ഞു വന്നാലോ? ശ്ശോ, ഒന്ന് നിർത്ത്. നിങ്ങൾ എല്ലാരും എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കാണോ അതോ പേടിപ്പിക്കാൻ നോക്കാണോ? ഹിമാലയം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ് മാഡം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കന്യാകുമാരിയിലേക്ക് പോകാം. മേഡം, മലയുടെ മേലെയായിരിക്കും നല്ല രസം ഉണ്ടാവുക. എവിടെ ആപത്തില്ലാത്തത്? ആപത്തിനെ എതിർത്ത് പോരാടുന്നവരെയാണ് പോരാളി എന്ന് പറയുന്നത്, മനസ്സിലായോ? ശ്ശോ, എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് സമാധാനത്തോടെ ആലോചിക്കാൻ കുറച്ച് സമയം തരൂ. ശരി, ആലോചിക്കൂ. ശരി, ആലോചിക്കാം. ആലോചിച്ചോ മേഡം? ആലോചിച്ചു കഴിഞ്ഞോ? ഇപ്പൊ ആലോചിച്ചു കഴിഞ്ഞോ? എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടെ സമയം താ. മാത്രമല്ല ബോസിനോട് ഇക്കാര്യം പറഞ്ഞാൽ നമുക്ക് ലീവും ചോദിക്കണ്ടേ? അകത്തേക്ക് വാ. എന്ത് തീരുമാനിച്ചു മാഡം? പോയി കിച്ചടി ഉണ്ടാക്ക്. എന്ത്?
അല്ല ഹോളിഡേന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചത് മാഡം? ഓ അതിനെ കുറിച്ചാണോ? ഞാൻ ബോസിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ ബോസ് പറയാ ലീവ് എടുക്കാണെങ്കിൽ സ്ഥിരമായി ലീവ് എടുത്താ നിങ്ങൾ വീട്ടിലിരുന്നോളാൻ. അരെ വാ, പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോവാം. എടാ കഴുതേ, ബോസ് നമ്മളെ ജോലി വിട്ട് പറഞ്ഞിരിക്കുന്നത് വായടക്ക്. എന്ന് വെച്ചാ നോ ഹോളിഡേ എന്നാണോ? അങ്ങനെയാണെങ്കിൽ ബീച്ചും കന്യാകുമാരിയിലേക്കും നമ്മൾ പോവില്ലല്ലേ? നീ എന്തിനാ കരയുന്നേ? പോവാണെങ്കിൽ നമ്മൾ കാശ്മീരിലേക്ക് പോവുള്ളൂ അനിയാ. എന്താ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമ്മുടെ സ്വപ്നം പൊട്ടുമ്പോ നമുക്ക് എങ്ങനെയൊക്കെ വേദനിക്കുമെന്ന്. ഒരിക്കലുമില്ല. ഞാനുള്ളപ്പോൾ നിങ്ങളുടെ എല്ലാം സ്വപ്നം തീർച്ചയായും സഫലമാകില്ലേ? സത്യം? അതെ, നിങ്ങൾക്ക് കാശ്മീരും കന്യാകുമാരിയും എല്ലാ സ്ഥലത്തും പോകാം. വണ്ണി, സർദാർ, നിങ്ങൾ ആ കന്യാകുമാരി ഒന്ന് കാണൂ. പിന്നെ ഹണി, പപ്പൻ, നിങ്ങൾക്ക് വേണ്ടി ബെഡ്റൂമിലുള്ള ടിവിയിൽ ഞാൻ കാശ്മീർ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രശ്നങ്ങൾ തീർന്നു. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game. Available on Google Play.